അങ്ങനെ ഞങ്ങൾ പിന്നെ വന്നിരിക്കുന്നത് സെന്റ് മേരീസ് ചർച്ചിലോട്ടാണ്. ഇത് മുംബൈയിലേക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണ് കേട്ടോ. ഈ ഫിലിം സ്റ്റാർസ് ഒക്കെ അവരുടെ പുതിയ സിനിമകളൊക്കെ റിലീസ് ആകുന്ന ഒരു ടൈമിൽ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമെന്നാണ് അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ പള്ളിയുടെ അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് കയറി. ഇതായിരുന്നു പള്ളിയുടെ ഉൾഭാഗം. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. വലിയ തിരക്കുകളൊന്നുമില്ല, കാരണം വെളിയിൽ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ഈ പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ പെരുന്നാളായ സെപ്റ്റംബർ 8 ശേഷമുള്ള സൺഡേയിലാണ് ഇവിടുത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഒരു വീക്കെങ്കിലും ഈ പെരുന്നാൾ കാണും. ഞങ്ങൾ കുറച്ച് നേരം പ്രെയർ ഒക്കെ ചെയ്തു. പിന്നെ ഫ്രണ്ടിലും പോയിട്ട് നമ്മൾ പ്രെയർ ഒക്കെ ചെയ്തതിന് ശേഷമാണ് അവിടുന്ന് ഇറങ്ങിയത്. മെഴുകുതിരി കത്തിക്കലാണ് ഇവിടുത്തെ പ്രധാന നേർച്ച. വിശ്വാസികൾ മെഴുകുതിരി തീർത്ത രൂപങ്ങൾ വസ്തുക്കളൊക്കെ വാങ്ങി നേർച്ചയായി കത്തിക്കുകയും ചെയ്യും. ഇവിടെ വന്ന് ഈ ഓരോ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാലും ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ നടക്കുമെന്നാണ് വിശ്വാസം. അങ്ങനെ പിന്നെ ഞങ്ങൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങി നേരെ നോക്കുന്നത് നല്ല ഒരു ചാപ്പലാണ് കേട്ടോ. പക്ഷെ മഴ കാരണം നമുക്ക് അങ്ങോട്ടൊന്നും അധികം പോകാൻ പറ്റിയില്ല. കുഴപ്പമില്ല, ഇനി നമുക്ക് എപ്പോഴെങ്കിലും വരുമ്പം അവിടെയൊക്കെ കയറി നല്ല അടിപൊളിയായിട്ട് കണ്ടതിന് ശേഷം പോകാം. അങ്ങനെ മഴ അടിപൊളിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലാണെങ്കിൽ ആളുകൾ റോഡിൽ ഭയങ്കര തിരക്കുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഫിലിം സ്റ്റാർസിൻ്റെ ഒക്കെ വീട് ഈ ചർച്ചിൻ്റെ ഒരു ഭാഗത്തായിട്ട് വരും. അതിൻ്റെ സൈഡിലായിട്ടാണ് ബീച്ചും വരുന്നത്. അങ്ങനെ അവരെയൊക്കെ കാണാനുള്ള തിരക്കിലാണ് ഈ മനുഷ്യരെല്ലാവരും. ഈ മഴയൊക്കെ അവർക്കൊരു പ്രശ്നമേ അല്ല. അങ്ങനെ ഞങ്ങൾ വണ്ടി വിട്ട് നേരെ പോകുന്നു. പകുതി വഴി വരെ ഉള്ളായിരുന്നു മഴ. പക്ഷേ മഴയത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഈ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ നല്ല രസം തന്നെ ആയിരുന്നു. അങ്ങനെ മഴയൊക്കെ ഒരുവിധം തോന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്ലാനിങ് ഒക്കെ ചെറുതായിട്ടൊന്ന് മാറ്റി പിടിക്കുകയാണ്. ഞങ്ങൾ നാളത്തെയും കൂടി ട്രിപ്പ് പ്ലാൻ ചെയ്താണ് വന്നത്. പക്ഷേ നമ്മൾ നാളെ നിൽക്കുന്നില്ല, ഇന്ന് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ ഫുഡ് കാര്യങ്ങൾ അതൊക്കെ കൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇനി ഒരു കാഴ്ചയും കൂടെ നമുക്ക് കാണാനുണ്ട്. നമ്മൾ ഏകദേശം ഈ ബോംബെയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഇനി കിടക്കാണ് ഇഷ്ടം പോലെ. ഇത് നമ്മൾ കൂടുതലും കണ്ടിരിക്കുന്നത് ഹൈ ക്ലാസ് പീപ്പിൾസ് താമസിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇനി നമ്മൾ കാണാനുള്ളത് വളരെ കുറേ സ്ട്രീറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ബോംബെ ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. പക്ഷേ കാഴ്ചകൾ കണ്ടാലും തീരത്തില്ല. പക്ഷേ ഇപ്പോൾ കണ്ട കാഴ്ചകൾ കൊണ്ട് നമ്മൾ തിരിച്ച് പോവുകയാണ്. നമുക്ക് ഇനിയും കാഴ്ചകൾ കാണാനായിട്ട് ബോംബെയിലേക്ക് തിരിച്ചു വരണം. കാരണം ബോംബെ ഒരു നല്ല സ്ഥലം തന്നെയാണ്. എല്ലാവരും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ മറക്കരുത്. ഈ രാത്രിയിലെ ഈ നൈറ്റ് കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഭയങ്കര